ഇന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, മട്ടർ, ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് എല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഈ മട്ടർ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മട്ടർ എന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ, മറ്റേ ഡ്രൈ ആയിട്ടുള്ളതല്ല. അപ്പോൾ അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ എടുക്കാം. അതിലേക്ക് കുറച്ച് പെരുംജീരകം, കാഷ്യൂ നട്ട്സ്, കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം, ഫൈനായിട്ട്. ഓക്കെ. അതിനുശേഷം നമുക്കിനി ആവശ്യമുള്ള സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ ഗരം മസാല മുഴുവനായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് പെരുംജീരകം ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാല ഇടാം. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇട്ട് വഴറ്റാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇട്ട് അതിന് ശേഷം നമുക്ക് ഇനി മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇനി തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ, കാഷ്നട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് സ്വല്പം കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ചെറുതായിട്ടരിഞ്ഞ മല്ലിയില കൂടി ചേർക്കാം. ഇത് ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.